നമ്മളിങ്ങനെ ഡൽഹിയിൽ ലാൻഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണിപ്പോൾ. ഇപ്പോൾ ദാ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം നോയിഡയാണ്. നമ്മുടെ ഹോട്ടൽ നോയിഡയിലാണ്. നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്. എല്ലാ മേജർ ഹോട്ടൽസും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫുൾ ഗാർഡനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഡൽഹി ശരിക്കും ഭയങ്കരമായ ഒരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും കുറച്ച് സ്പേസിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നൊരു ഫീല് ഞങ്ങൾക്ക് ഡൽഹിയിൽ പലയിടത്തും കണ്ടു. അതാ നമ്മുടെ നാഷണൽ ഫ്ലാഗ് വളരെ ഇതായിട്ട് തല ഉയർത്തി നിൽക്കുന്നു. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ശരിക്കും ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഫ്ലാറ്റ് കാണുമ്പോഴല്ല ഡൽഹിയിലെ ഫ്ലാറ്റ്സ്. ഒരുപാട് ചെറിയ സ്പേസിൽ പോലും ഒത്തിരി അപ്പാർട്ട്മെൻറ്റ്സ് കൊണ്ട് തിക്കി നിറച്ചിരിക്കുകയാണ്. അത് ഒരേ കോംപ്ലക്സിനകത്ത് തന്നെ ഒരേ കോമ്പൗണ്ടിനകത്ത് തന്നെ പല ബിൽഡേഴ്സ് അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കോമൺ ആയിട്ടൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് കാണുന്നു. എല്ലാം സ്റ്റൈലിലും എല്ലാം ഡിഫറെൻ്റാണ്. നമ്മുടെ ഇവിടെ കാണുന്ന അപ്പാർട്ട്മെൻറ്റ്സിനെക്കാട്ടി ഒത്തിരി വ്യത്യാസമാണ് ഡൽഹിയിൽ കണ്ട അപ്പാർട്ട്മെൻറ്റ്സ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഹുമയൂൺ സ്റ്റോംബാണ് ദൂരെ കാണുന്നത്. നമ്മൾ അതുവഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകേണ്ടത് നോയിഡയിലേക്കാണ്. ഇത് കണ്ടോ, ഇതൊരു മലയാണ് നിങ്ങൾ കരുതുമല്ലേ? അത് പക്ഷേ വേസ്റ്റ് മലയാണ്. ഡൽഹിയിലെ വേസ്റ്റ് കൊണ്ട് നിറച്ചിട്ടൊരു മല ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അക്ഷർധാം ടെമ്പിളാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പം വേസ്റ്റ് മലേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഡൽഹിയിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. എല്ലാ വേസ്റ്റും അവിടെ അടുത്ത് ഡംപ് ചെയ്യുന്നുണ്ട് ഒരു മലയിൽ. അതൊരു മലയായിട്ട് ഫോം ചെയ്തു. ഇതൊക്കെ വീടുകളും ആൾക്കാർ താമസിക്കുന്നത്. ഇവിടെ മാത്രം കണ്ട് ഒരു പ്രത്യേകത ഈ ടൈപ്പ് ഓട്ടോ ഒരു 4 സീറ്റർ പോലെ ഇരിക്കും. അതായത് ഡ്രൈവറിൻ്റെ 2 സൈഡിലും ആൾക്കാരിരിക്കും. പിന്നെ ബാക്കിൽ 2 ലെവലിൽ സീറ്റിംഗ് വരും. അതിൽ നിറയെ ആൾക്കാർ വന്നിട്ട് ഒരു ഓട്ടോ ടാക്സി പോലെ ഇവിടെ വളരെ കോമൺ ആയിട്ട് ഇതിൽ കുത്തി നിറച്ച് ശരിക്കും രാവിലെ ഓഫീസ് ടൈമും വൈകിട്ടുള്ള ഓഫീസ് ടൈമിലൊക്കെ ഇത് കുത്തി നിറച്ച് ആൾക്കാരെ തിരികെ കൊണ്ടുപോകുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണിത് ഡൽഹിയിൽ. സന്ധ്യയായി. നമുക്ക് വെസ്റ്റ് സൈഡിൽ സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് യമുന റിവർ. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. യമുന നദി അങ്ങനെ അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് യമുന നദി. അവിടെ അതിലേക്ക് വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. എല്ലാവരും അതിൻ്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം നോട്ടിഫിക്കേഷൻ ബോർഡ്സും ഉണ്ട്. നമ്മൾ പോകുന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. ഇപ്പം ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയതാണ് മാർക്കറ്റിൽ പോകാൻ. ഇവിടെ ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്. അതിൽ സരോജിനി നഗർ സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ വന്നത്. ശരിക്കും ഞങ്ങൾ എത്തിയ ദിവസം ഡൽഹിയിൽ ഇലക്ഷൻ നടന്ന ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ നമ്മൾ ജസ്റ്റ് കുറച്ച് മാർക്കറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. റോഡ് സൈഡ് വെൻഡേഴ്സിനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ലാഭത്തിന് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ പോഷായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. എല്ലാം വളരെ ഹൈ എൻഡ് ഇത് ന്യൂഡൽഹിയിലാണ്, പ്രോപ്പർ ന്യൂഡൽഹി. അപ്പോൾ അവിടെ അതിൻ്റേതായ ഓരോ സ്ഥലത്തും ഭയങ്കര വ്യത്യാസമാണ് ഡൽഹിയിൽ കാണാൻ. ശരിക്കും ഓൾഡ് ഡൽഹി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പഴയ സ്ഥലങ്ങളും പഴയ വീടുകളും ഒക്കെ കാണാം. ന്യൂഡൽഹിയിലേക്ക് വരുമ്പോൾ എല്ലാം മാറും, പിക്ചറേ മാറും. വളരെ ക്രൗഡഡ് ആണ് ഡൽഹി, ആസ് യു ഓൾ നോ. കാരണം നമ്മുടെ ക്യാപിറ്റൽ സ്റ്റേറ്റാണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ചെറിയൊരു സ്ഥലത്ത് ഒരു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് വെരി ഹൈ. അപ്പോൾ അതിൻ്റേതായ എനിക്ക് ശരിക്കും ഡൽഹി കണ്ടിട്ട് കേരളം കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിന് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരായിട്ടായിരിക്കാം. എനിവേ ഡൽഹി ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. വളരെ ബിസി ആയിട്ടുള്ളൊരു സിറ്റി. ഇതിപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേയുടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഡൽഹി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഡൽഹി ദർശൻ. അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് വലിയ ഓഫീസസും ഫ്ലൈ ഓവേഴ്സും ക്രോസ് റോഡ്സും എല്ലാം കാണുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. നമ്മൾ ആദ്യം പോകുന്നത് രാജ്ഘട്ടിലേക്കാണ്. ഇപ്പോൾ ഇതിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഭംഗിയുള്ളൊരു കാര്യം, ഈ പില്ലേഴ്സ്, ഓവർ ബ്രിഡ്ജിൻ്റെ താഴത്തെ പില്ലേഴ്സിലെല്ലാം ഡൽഹിയുടെ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അവർ വരച്ച് ഭംഗിയായിട്ട് അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് പോലും ഇവിടെയൊക്കെ പോയി കാണണം എന്നുള്ളൊരു ഐഡിയ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും.
അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും പില്ലറിലും ഉണ്ട്. ഇത് കണ്ടോ, ഒരു ഗോമാതാവ് റോഡിൽ നിൽക്കുന്നുണ്ടോ? അവിടെ ശരിക്കും ഇവിടെ പശുക്കളൊക്കെ റോഡിൽ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ആരും ഒന്നും അതിന് ചെയ്യില്ല, അത് വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട അക്ഷർധാം ടെമ്പിളിൽ നമ്മൾ ഇറങ്ങി ഒന്ന് ഒരു ദർശനം എടുക്കാൻ ശരിക്കും ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ദർശനം ഇല്ല. മാത്രമല്ല ഇതൊരു വലിയ ടെമ്പിളാണ്. നമ്മൾ തുറക്കുന്ന സമയത്താണല്ലോ ഹ്യൂജ് ക്യൂ ആണ്. ഈ കാണുന്ന ഇതെല്ലാം ഗ്രിൽസൊക്കെ കണ്ടോ, ഇതെല്ലാം ക്യൂവിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള, ക്യൂ മാർക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഗ്രിൽസാണ്. ശരിക്കും ഒരുപാട് റെസ്ട്രിക്ഷൻസും ഉണ്ട് അതിനകത്ത്. എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ മൊബൈൽ, ബാഗ് എല്ലാം പുറത്ത് കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ രാജ്ഘട്ടിലേക്കാണ് പോകുന്നത്, ഗാന്ധിജി ഉറങ്ങുന്ന മണ്ണിലേക്ക്. ഇവിടെ കണ്ടോ, പുറത്തൊരു പ്രതിമ, ഗാന്ധിജിയുടെ ഒരു അലുമിനിയം ടെക്സ്ചറിലുള്ളൊരു സ്റ്റീലിൻ്റെ ടെക്സ്ചറിൽ, അലുമിനിയം അല്ല, സ്റ്റീലിൻ്റെ ടെക്സ്ചറിലുള്ളൊരു പ്രതിമയാണ്. നമ്മളിപ്പോൾ അകത്തേക്ക് കയറി നമ്മൾ രാജ്ഘട്ടിലെത്തിയിരിക്കുകയാണ്. ഗാന്ധിജി ഉറങ്ങുന്ന മണ്ണിൽ നമ്മളെത്തി. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട്, നിറയെ പൂക്കളും, നല്ലൊരു പൂങ്കാവനം രാജ്ഘട്ട് എന്ന് പറയുന്നത്. ഇന്ന് കുറച്ച് ടൂറിസ്റ്റേ ഉള്ളൂ ശരിക്കും. ഇത് രാജ്ഘട്ട് ഗാന്ധി സമാധിയുടെ മുമ്പിലിരിക്കുന്ന ബോർഡാണ്. നമ്മളിപ്പോൾ അകത്തേക്ക് കയറി, ഗാന്ധി സമാധിയുടെ അകത്തേക്ക് കയറി. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്ലീനായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജി ഉറങ്ങുന്നതിന് തൊട്ടടുത്തെത്തി. ഇവിടെയാണ് ഗാന്ധിജി ഉറങ്ങുന്നത്. രാജ്ഘട്ടിലെ ഗാന്ധി സ്മാരകം, ഗാന്ധി സമാധി. അങ്ങനെ ഗാന്ധി സമാധിയുടെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ രാജ്ഘട്ടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് റെഡ് ഫോർട്ടിൻ്റെ പുറത്ത് നിന്നേ നമ്മൾ കാണുന്നുള്ളൂ. റെഡ് ഫോർട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല. നമുക്ക് അന്ന് നല്ല തിരക്കായതുകൊണ്ട്, റെഡ് ഫോർട്ടിലും ഭയങ്കര തിരക്കായിരുന്നു, നമുക്കും ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റെഡ് ഫോർട്ട് കണ്ടോ, ആൾക്കാരെ കണ്ടോ, ജനസമുദ്രം കണ്ടോ. റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുന്നതാണ്. അവിടെ പാർക്കിങ്ങൊക്കെ ഇച്ചിരി മാറി പാർക്ക് ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ്സും, ശരിക്കും പറഞ്ഞാൽ ഡൽഹിയുടെ ഒരു പോഷ് ഏരിയയാണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മന്ത്രിമാരുടെ വീടുകളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോകുന്നത്. ദൂരത്ത് ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? നിൽക്കണു. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിലെത്തുവാണ്. ഇവിടെ ഞങ്ങൾ ഇറങ്ങി അകത്തെല്ലാം ഒന്ന് കാണുന്നു. നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിലേക്ക് നടന്ന് കയറുകയാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ അകത്ത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ഒരു വാർ മെമ്മോറിയലാണ്. വാറിൽ മരിച്ചുപോയ ധീര ജവാന്മാരുടെ ഒരു മെമ്മോറിയലായിട്ടാണ് ഇന്ത്യ ഗേറ്റ്. സെക്കൻഡ് വേൾഡ് വാറിൽ 1914 ആൻഡ് 1921 ഇടയ്ക്ക് മരിച്ച ഇന്ത്യൻ ആർമിയുടെ സോൾജേഴ്സിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗേറ്റ് പണിതേക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര അവിടെ എത്തിയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. ഇത് കയറുന്നിടത്ത് തന്നെ നമുക്ക് അതിൻ്റെ തന്നെ കുറേ സ്റ്റോറീസ്, ഇന്ത്യ ഗേറ്റിൻ്റെ കുറേ സ്റ്റോറീസ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്, അതിൻ്റെ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യ ഗേറ്റിലേക്ക് നടന്ന് കയറിയപ്പോൾ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എത്ര ധീരന്മാരുടെ ഒരു പ്രയത്നം കൊണ്ട് കിട്ടിയതാണെന്നൊക്കെ നമ്മൾ അവിടെ വരുമ്പോൾ ഓർത്തു പോകുന്നുണ്ട്. എല്ലാ വർഷവും റിപ്പബ്ലിക് ഡേയുടെ അന്ന് പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്ന് ഈ സോൾജേഴ്സിന് ഒരു ട്രിബ്യൂട്ട് പേ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ പരേഡും ഇവിടെയാണ് നടക്കുന്നത്. നേതാജിയുടെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്.
ശരിക്കും ഡൽഹിയിൽ ഞങ്ങൾ വന്ന ഈ സമയം ഇതിപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് ക്ലൈമറ്റ് ടു ബി ഹിയർ. നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുന്ന തണുപ്പൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 16 ഡിഗ്രി ഒക്കെയാണ് തണുപ്പെങ്കിലും നമ്മൾ പുറത്തിറങ്ങി വെയിൽ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഒട്ടും ചൂട് ഫീൽ ചെയ്യത്തില്ല. സോ വി ഫീൽ റിയലി ഗുഡ് ടു ബി അറൗണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിയർക്കാണ്ട് ചൂടൊന്നും ഇല്ലാണ്ട് ഡൽഹി മുഴുവൻ കാണാൻ പറ്റി നന്നായിട്ട്. കാലാവസ്ഥ നല്ലതായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇനി നമ്മൾ പോകുന്നത് അടുത്ത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നമുക്കിനി വേറെ സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇറങ്ങുന്നില്ല, കാരണം വി ഹാവ് ടു ബി ബാക്ക് ഫോർ ദ ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളീ പോകുന്ന വഴിക്ക് ഈ കാണുന്നതാണ് രാജ്ഭവൻ. രാജ്ഭവൻ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടു, ഓൺ ദ വേ ആണ്. നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇവിടെ ഇതിപ്പോൾ കാണുന്നതൊക്കെ ഓഫീസസാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന എല്ലാം മന്ത്രിമാരുടെ വീടുകളാണ്. നല്ല ഭംഗിയായിട്ട് എല്ലാ ബിൽഡിങ്ങും ഒരുപോലെ വലിയ വലിയ ബിൽഡിങ്സ്. ശരിക്കും അത് ക്ലാരിറ്റി കുറവുണ്ട്, കാരണം ഞാൻ ബസ്സിരുന്ന് നമ്മുടെ ഈ ടൂർ വാനിരുന്നാണ് എടുത്തത്. അപ്പം അവിടെ നിർത്താനോ ഇറങ്ങി എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണതിങ്ങനെ കാണുന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലും മോഡിജിയുടെ ഓഫീസുണ്ട്. ജസ്റ്റ് നമ്മൾ പെട്ടെന്നൊരു ഗ്ലാൻസ് ഇതാണ് കണ്ടോ, പെട്ടെന്നൊരു ഗ്ലാൻസ്